വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി. നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതായത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മളൊരു സീരീസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിൻ്റെ ഫസ്റ്റ് സീരീസ് ആയിട്ട് ടെൻസ് എന്ന ടോപ്പിക്കിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് എടുത്തത്. ആ ഒരു ക്ലാസ് ഒരു 2 വീഡിയോ ആയിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1 ഒരു 2 ക്ലാസ് ആയിട്ട് 2 വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 2 നമ്മൾ ഇഫ് ക്ലോസ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇഫ് ക്ലോസ് എന്ന ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എപ്പോഴും നമുക്ക് മിക്ക എക്സാമുകൾക്കും ക്വസ്റ്റ്യനുകൾ വന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇഫ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൻ്റെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ ടോപ്പിക്ക് കവർ ചെയ്യും നമ്മൾ ഈ ഒരു സീരീസിലൂടെ. അതായത് ക്വസ്റ്റ്യൻ വർക്കൗട്ടിലൂടെ നമ്മൾ എന്താണ് ആ ടോപ്പിക്ക് പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് പഠിച്ച് റൂളുകളൊക്കെ പഠിച്ച് റെഡിയാക്കി പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി ഡാഷ് എ ജോബ്. നമ്മൾ നോക്കുന്നു ഓപ്ഷൻസ്. ഓപ്ഷൻ എ വിൽ ഗെറ്റ്, ഓപ്ഷൻ ബി ഗെറ്റ്, ഓപ്ഷൻ സി വുഡ് ഗെറ്റ്, ഓപ്ഷൻ ഡി വുഡ് ഹാവ് ഗോട്ട്. ആൻസർ ഏതാകുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, വിൽ ഗെറ്റ് ആണ്. ഇത് ഇഫ് ക്ലോസ് എന്ന ടോപ്പിക്കിൻ്റെ ഒന്നാമത്തെ ഫസ്റ്റ് റൂളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇഫിന് ശേഷം വന്നിരിക്കുന്ന വെർബ് ഏതാണ് എന്ന് നിങ്ങൾ ആദ്യം നോക്കുക. ക്വസ്റ്റ്യൻ കണ്ടോ? ഇഫ് ഹി വർക്ക്സ് ഹാർഡ് ഹി ഡാഷ് എ ജോബ്. അപ്പോൾ ഇവിടെ ഇഫ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് ഇഫ് ക്ലോസ് എന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇവിടെ ഇഫിന് ശേഷം വന്നിരിക്കുന്ന വെർബ് ഏതാണെന്ന് നോക്കുക. അത് വർക്ക്സ് ആണ്. വർക്ക്സ് എന്ന് പറയുമ്പോൾ അത് വെർബിന്റെ V1 ഫോം ആണ്. മീൻസ് ഇഫ് പ്ലസ് V1 ആണ് വന്നിരിക്കുന്നത്. ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? ദാണ്ട് ഇവയൊക്കെയാണ്. വിൽ ഓർ, ഷോൾ ഓർ, ക്യാൻ ഓർ, മേ പ്ലസ് വെർബിന്റെ V1 ഫോം ആണ് ഉപയോഗിക്കുക. ഇതാണ് ഇഫ് ക്ലോസിന്റെ ഫസ്റ്റ് റൂള്. ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ, ഷോൾ ഓർ, ക്യാൻ ഓർ, മേ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഇഫ് പ്ലസ് V1 മെയിൻ ക്ലോസിൽ വിൽ ഓർ, ഷോൾ ഓർ, ക്യാൻ ഓർ, മേ പ്ലസ് V1 ഉപയോഗിക്കുക. ഇവിടെ ഇഫിന് ശേഷം വർക്ക്സ് എന്ന് വെർബിന്റെ V1 ഫോം വന്നിട്ടുണ്ട്. സോ നമുക്കറിയാം വർക്ക്, വർക്ക്ഡ്, വർക്ക്ഡ് ആണ്, V1 ആണ്. അതുകൊണ്ട് വില്ലോ, ഷാളോ, ക്യാനോ, മേയോ ഇവയിൽ ഏതെങ്കിലും ഒന്നാണ് മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുക. നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ എന്തുണ്ട്? വിൽ ഗെറ്റ്. വിൽ പ്ലസ് V1 ഉണ്ട്. സോ ആൻസർ വിൽ ഗെറ്റ് ആണ്. അപ്പോഴേ ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ ഒരു സെന്റൻസ് ഇങ്ങനെ തന്നിട്ട് കോമയായിട്ട് 2 ഭാഗം ഉണ്ടാകും. അത് ഏത് ഭാഗത്താണോ ഇഫ് വരുന്നത് അതിനെ നമുക്ക് ഇഫ് ക്ലോസ് എന്നും, കോമ കഴിഞ്ഞിട്ട് കിടക്കുന്ന ബാക്കി ഭാഗത്തെ നമുക്ക് മെയിൻ ക്ലോസ് എന്നും വിളിക്കാം. അത് ഇഫ് ക്ലോസ് ഈ ഭാഗത്താവാം, ആ ഭാഗത്താവാം, രണ്ടിൽ എവിടെ ആയാലും ഇഫ് വരുന്ന ഭാഗമാണ് ഇഫ് ക്ലോസ്. മറ്റേ ഭാഗത്തെ നമുക്ക് മെയിൻ ക്ലോസ് എന്നും വിളിക്കാം. ക്വസ്റ്റ്യൻ തിരിച്ചും വരാം. ഇഫ് ഹി ഡാഷ് ഹാർഡ് ഹി വിൽ ഗെറ്റ് എ ജോബ്. അങ്ങനെ വരാം. ഇഫ് ഹി ഡാഷ് ഹാർഡ് ഹി വിൽ ഗെറ്റ് എ ജോബ്. അങ്ങനെ തിരിച്ചും ക്വസ്റ്റ്യൻ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഇഫിന് ശേഷം V1 V2 ഒക്കെ വരേണ്ട ഭാഗത്ത് ഡാഷ് ആണ്. മെയിൻ ക്ലോസിൽ എന്ത് വന്നിട്ടുണ്ട്? വിൽ ഗെറ്റ് എന്ന് വന്നിട്ടുമുണ്ട്. അപ്പൊ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വിൽ ഗെറ്റ് എന്ന് വരണമെങ്കിൽ ഇഫിന് ശേഷം എന്താ വരിക? V1 ആണ് വരേണ്ടുന്നത്. അപ്പൊ ഓപ്ഷന് വർക്ക്, വർക്ക്സ്, വർക്ക്ഡ്, ഹാഡ് വർക്ക്ഡ് ഒക്കെ കാണും. നമ്മൾ സബ്ജക്റ്റ് നോക്കിയിട്ട് V1 ഫോം ആയിട്ടുള്ള വർക്കും വർക്ക്സും ഉണ്ടെങ്കിൽ ഹി എന്ന സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് ഏത് എഴുതും? വർക്ക്സ് എഴുതും. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരും. ആ മോഡൽ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ താഴെ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും ഒന്നുകൂടെ നോക്കാം. ഇഫിന് ശേഷം V1 വന്നു. മെയിൻ ക്ലോസിൽ നമ്മൾ വിൽ പ്ലസ് V1 വിൽ ഗെറ്റ് ഉപയോഗിച്ചു. അതേ പാറ്റേൺ മറ്റൊരു ക്വസ്റ്റ്യനൂടെ പരിചയപ്പെടാൻ വേണ്ടി തരികയാണ്. ഇഫ് യു ലേൺ വെൽ യു ഡാഷ് ദ എക്സാം. ഓപ്ഷൻ എ ക്യാൻ പാസ്, ഓപ്ഷൻ ബി കുഡ് പാസ്, ഓപ്ഷൻ സി കുഡ് ഹാവ് പാസ്ഡ്, ഓപ്ഷൻ ഡി കുഡ് പാസ്ഡ്. ഇവിടെ ആൻസർ ഏതാണ്? ക്യാൻ പാസ് ആണ്. എന്തുകൊണ്ട് നമ്മൾ ക്യാൻ പാസ് എന്ന ആൻസർ എഴുതി? ഇവിടെ നോക്കേ, ഇഫ് യു ലേൺ വെൽ. ഇവിടെ ഇഫിന് ശേഷം വന്നിരിക്കുന്ന വെർബ് ഏതാ? ലേൺ ആണ്.
ലേൺ എന്ന് പറയുമ്പോൾ അത് വെർബിന്റെ V1 ഫോം ആണ്. അപ്പോൾ ഇഫ് പ്ലസ് V1 ആണ് വന്നിരിക്കുക. ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ നമുക്ക് വില്ലോ, ഷാളോ, ക്യാനോ, മേയോ പ്ലസ് V1 യൂസ് ചെയ്യാം. ഇവിടെ ഏതാണുള്ളത്? ക്യാൻ പ്ലസ് V1 ആണ്. ക്യാൻ പാസ് എന്ന് എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദേ സ്റ്റാർട്ടഡ് early, they dash reach in time. Option A will, option B would, option C would have, option D shall. ഇവിടെ ആൻസർ ഏതാണ്? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വുഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇത് നമ്മുടെ ഇഫ് ക്ലോസിന്റെ മെയിൻ റൂളിൽ സെക്കൻഡ് റൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇഫിന് ശേഷം വന്നിരിക്കുന്ന വെർബ് ഏതാകുന്നു? സ്റ്റാർട്ടഡ് എന്നുള്ളതാകുന്നു. അപ്പൊ സ്റ്റാർട്ടഡ് എന്ന് പറയുമ്പോൾ അത് വെർബിന്റെ V2 ഫോം ആണ്. അപ്പൊ നോക്കേ, ഇഫ് പ്ലസ് V2 ആണ് വന്നിരിക്കുന്നത്. ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ പ്ലസ് വെർബിന്റെ V1 ഫോം ഉപയോഗിക്കാം. ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ നമുക്ക് വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് ഉപയോഗിക്കാൻ സാധിക്കുക. അപ്പൊ ഇവിടെ ഇഫിന് ശേഷം സ്റ്റാർട്ടഡ് എന്ന് കിടക്കുന്നു. അത് വെർബിന്റെ V2 ഫോം ആണ്. ഇഫ് പ്ലസ് V2 ആണ് വന്നിരിക്കുന്നത്. ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ നമുക്ക് വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ ഇവയിൽ ഏതെങ്കിലും പ്ലസ് വെർബിന്റെ V1 ഫോം യൂസ് ചെയ്യാം. ഓൾറെഡി ക്വസ്റ്റിനിൽ തന്നെ V1 ഫോം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവയിൽ ഏതെങ്കിലും എടുത്ത് എഴുതിയാൽ മതി. ഇവിടെ ഏതാണുള്ളത്? വുഡ് ആണുള്ളത്. സോ ആൻസർ വുഡ് ആണ്. ഇപ്പൊ രണ്ട് റൂൾ ഒന്നുകൂടെ കൊണ്ടുവന്നേ. ഇഫ് പ്ലസ് V1 വന്നാൽ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഇഫ് പ്ലസ് V2 വന്നാൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടെ പരിചയപ്പെടുക. We might meet him if we dash early. Option A had come, option B came, option C are coming, option D come. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി came ആകുന്നു. എന്തുകൊണ്ട് നമ്മൾ came എന്ന വെർബിന്റെ V2 ഫോം എഴുതി? ഇവിടെ ഇഫ് വന്നു, ഇഫിന് ശേഷം ഡാഷ് ആണ്. അപ്പൊ ഇഫിന് ശേഷം ഡാഷ് കിടക്കുന്നു. മെയിൻ ക്ലോസിൽ മൈറ്റ് മീറ്റ് എന്ന് കിടക്കുന്നു. മീൻസ് മൈറ്റ് പ്ലസ് V1 കിടക്കുന്നു. ഇതാ നമ്മളിപ്പോൾ പഠിച്ചില്ലയോ? ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ പ്ലസ് V1. ഒരു ഡൗട്ട് വരരുത്. ഇവിടെ V2 വരുമ്പോൾ മെയിൻ ക്ലോസിലും V2 അല്ലേ വരണ്ടേ എന്ന് ആദ്യമായിട്ട് പഠിക്കുന്നവർക്കൊരു ഡൗട്ട് വരും. അല്ല, മെയിൻ ക്ലോസിൽ V1 തന്നെയാണെന്ന് ഉറപ്പിക്കുക കേട്ടോ. V1 വരുമ്പോഴും V2 വരുമ്പോഴും മെയിൻ ക്ലോസിൽ എന്താ വെർബ്? V1 തന്നെയാണ് ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ ക്വസ്റ്റിനകത്ത് മൈറ്റ് പ്ലസ് V1 വന്നിരിക്കുന്നു. കണ്ടോ? ഇവിടെ ഇഫിന് ശേഷം ഡാഷ് വരികയും മെയിൻ ക്ലോസിൽ മൈറ്റ് പ്ലസ് V1 വരികയും ചെയ്തു. നമുക്കറിയാം ഇഫിന് ശേഷം എന്ത് വരുമ്പോഴാണ് മെയിൻ ക്ലോസിൽ മൈറ്റ് പ്ലസ് V1 വരിക? ഇഫിന് ശേഷം V2 വരുമ്പോഴാണ്. ഇഫ് പ്ലസ് V2 വരുമ്പോഴാണ് മെയിൻ ക്ലോസിൽ മൈറ്റ് പ്ലസ് V1 വരിക. അപ്പോൾ ഇവിടെ ഏതായിരിക്കും ആൻസർ? ഇവിടെ മൈറ്റ് പ്ലസ് V1 വരണമെങ്കിൽ ഇഫിന് ശേഷം V2 ആണ് വരിക. ഇവിടെ V2 ആയിട്ടുള്ളത് ഏതാ? കെയിം ആണ്. അതുകൊണ്ട് കെയിം ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കം, കെയിം, കം. ഓക്കെ, V1, V2, V3. കം, കെയിം, കം എന്നാണ് V1, V2, V3 ഫോംസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഫിന് ശേഷം ഡാഷ് വന്നു, മെയിൻ ക്ലോസിൽ മൈറ്റ് പ്ലസ് V1 വന്നു. ഇഫിന് ശേഷം V2 വരുമ്പോഴാണ് മെയിൻ ക്ലോസിൽ മൈറ്റ് പ്ലസ് V1 ഉപയോഗിക്കുക. സോ നമ്മൾ V2 ആയിട്ടുള്ള കെയിം എഴുതി. The match will cancel if it dash. Option A rained, option B was raining, option C rains, option D has been raining. ഇവിടെ ആൻസർ ഏതായിരിക്കാം? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, റെയിൻസ് ആണ്. ഞാൻ പറഞ്ഞു ഇഫ് ക്ലോസിൽ ഡാഷ് ഇടും, മെയിൻ ക്ലോസ് ഫില്ല് ചെയ്ത് തരും. ഇപ്പോൾ മൈറ്റ് പ്ലസ് V1 വന്നതുപോലെ തന്നെയാണ് ഇവിടെയും ഇഫിന് ശേഷം ഡാഷ് ആണ്. മെയിൻ ക്ലോസിൽ വിൽ ക്യാൻസൽ എന്ന് കൊടുത്തിട്ടുണ്ട്. വിൽ പ്ലസ് V1 വന്നിട്ടുണ്ട്. അപ്പോൾ ഇഫിന് ശേഷം എന്ത് വരുമ്പോഴാണ്
മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വരിക? ഇഫ് പ്ലസ് V1 വരുമ്പോഴാണ്. ഇഫ് പ്ലസ് V1 വരുമ്പോഴല്ലയോ നമ്മൾ മെയിൻ ക്ലോസിൽ വില്ലോ, ഷോളോ, ക്യാനോ, മേയോ പ്ലസ് V1 ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ ഇഫിന് ശേഷം ഡാഷാണ്, മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വന്നിട്ടുമുണ്ട്. അങ്ങനെ മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 വരണമെങ്കിൽ ഇഫിന് ശേഷം V1 ഫോമാണ് ഉപയോഗിക്കുക. ഓപ്ഷനകത്തുള്ള V1 ഏതാ? റെയിൻസ് ആണ്. സോ റെയിൻസ് എഴുതി. ഇഫ് യു ഹാഡ് ടോൾഡ് മീ ഐ ഡാഷ്, ബ്രാക്കറ്റിൽ ഹെൽപ്പ് എന്ന് വെർബ് കൊടുത്തിട്ടുണ്ട്, യു. ഓപ്ഷൻ എ ഹെൽപ്ഡ്, ഓപ്ഷൻ ബി വിൽ ഹെൽപ്പ്, ഓപ്ഷൻ സി ഹാവ് ഹെൽപ്ഡ്, ഓപ്ഷൻ ഡി വുഡ് ഹാവ് ഹെൽപ്ഡ്. നോക്കുക, ഇവിടെ ഇഫ് യു ഹാഡ് ടോൾഡ് മീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വന്നാൽ അതാണ് നമ്മുടെ തേർഡ് റൂള്. ഇഫ് പ്ലസ് V1 വന്നു, ഇഫ് പ്ലസ് V2 വന്നു, ഇനി ഇഫ് പ്ലസ് V3 അല്ല, ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ആണ് വരിക. ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? വുഡ് ഹാവോ, അല്ലെങ്കിൽ ഷുഡ് ഹാവോ, അല്ലെങ്കിൽ കുഡ് ഹാവോ, അല്ലെങ്കിൽ മൈറ്റ് ഹാവോ. ഇവയിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയിട്ട് വെർബിൻ്റെ V3 ഫോമാണ് എഴുതുക. അപ്പോൾ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. ഇവിടെ ഇഫിന് ശേഷം ഹാർഡ് വന്നിട്ടുണ്ട്, ഹാർഡിന് ശേഷം ടോൾഡ് എന്ന ഒരു വെർബ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ആണ് വന്നിരിക്കുന്നത്. മെയിൻ ക്ലോസിൽ നമുക്ക് എന്തുപയോഗിക്കാം? വുഡ് ഹാവോ, ഷുഡ് ഹാവോ, കുഡ് ഹാവോ, മൈറ്റ് ഹാവോ പ്ലസ് V3 എഴുതാം. സോ നമ്മുടെ ആൻസർ വുഡ് ഹാവ് ഹെൽപ്ഡ് എന്നാണ്. ഓക്കെ ആണ്. അപ്പം മെയിൻ റൂളുകൾ 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇഫ് പ്ലസ് V1, വിൽ ഓർ ഷോൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1. ഇഫ് പ്ലസ് V2, വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ might plus V1. if plus hard plus V3, would have or should have or could have or might have plus V3. okay. ഇവിടെ നോക്കുക, if I had been driving more slowly, he dash able to stop in time. Option A will be, option B would be, option C would have been, option D shall be. ഇവിടെ ആൻസർ ഓപ്ഷൻ സി വുഡ് ഹാവ് ബീൻ ആണ്. എന്തുകൊണ്ട്? ഇവിടെ ഇഫ് വന്നു, ഇഫിന് ശേഷം ഹാർഡ് ഉണ്ട്. നിങ്ങൾ എപ്പോഴും നോക്കിക്കോണം, ഈ ഹാസും ഹാവും ഹാർഡും ഒക്കെ വന്നിട്ട് അതിനുശേഷം ഒരു വെർബ് ഉണ്ടോ നോക്കണം. ഒരു വെർബ് ഉണ്ടെങ്കിൽ അത് എന്ത് തന്നെ ആയിരിക്കും? V3 തന്നെ ആയിരിക്കും. ഇപ്പം ഇവിടെയും എന്താ, ഹാർഡിന് ശേഷം ടോൾഡ് എന്ന വെർബ് ഉണ്ട്. ഓക്കെ, അപ്പോൾ V2 V3 ഒക്കെ സെയിം ആയിട്ടുള്ള വെർബുകളാണെങ്കിലും ഹാസും ഹാവും ഹാർഡും വന്നിട്ട് ഒരു വെർബ് കിടപ്പുണ്ടെങ്കിൽ അത് എന്ത് തന്നെ ആയിരിക്കും? V3 തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഇഫിന് ശേഷം ഹാർഡ് ഉണ്ട്, ഹാർഡിന് ശേഷം എന്താ ഒരു വെർബ് ഉണ്ടെങ്കിൽ അത് V3 ആയിരിക്കും. നൗണുകളും വരാറുണ്ട്. നൗൺ വന്നാൽ അവിടെയൊക്കെ ഹാസും ഹാവും ഹാർഡും ഒക്കെ മെയിൻ വെർബായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ റൂള് മാറും. അത് നമ്മൾ ഉടനെ തന്നെ പഠിക്കും. അപ്പോൾ ഇത് നോക്കുക, ഇവിടെ ഇഫ് വന്നു, ഹാഡ് വന്നു, ഹാഡിന് ശേഷം ബീൻ കിടപ്പുണ്ട്. ഈ ബീൻ എന്ന് പറയുന്നത് V3 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പലർക്കും ഒരു ബേസ് പ്രോബ്ലം വരാറുണ്ട്. ഈ ബീൻ കാണുമ്പോൾ അത് V3 ആണ് എന്ന് മനസ്സിലാക്കാതിരിക്കുന്നുണ്ട്. അപ്പോൾ ബീൻ V3 ആണ്. നമ്മുടെ ബിയുടെ വിവിധ രൂപങ്ങൾ, ഫോംസ് ഓഫ് ബി ഏതൊക്കെയാണ്? ബിയുടെ വിവിധ രൂപങ്ങൾ എന്ന് പറയുന്നത് ഈസ്, ആം, ആർ, വാസ്, വെയർ, ഇതൊക്കെയാണ് ബിയുടെ വിവിധ രൂപങ്ങൾ. അപ്പോൾ ഈ ബിയുടെ പ്രസന്റ് ഫോം അതായത് V1 ഫോം എന്തൊക്കെയാണ്? ബിയുടെ പ്രസന്റ് ഫോം ഏതൊക്കെയാണ്? ഇവയൊക്കെയാണ്. ഈസ്, ആം, ആർ, ഇവയാണ് ബിയുടെ പ്രസന്റ് ഫോം, V1 ഫോം. അപ്പോൾ ഈ ബിയുടെ പാസ്റ്റ് ഫോം ഏതാകുന്നു? പാസ്റ്റ് ഫോം അതായത് V2 ഫോം ഏതൊക്കെയാകുന്നു? വാസും വെയറുമാണ്.
വാസും വെയറുമാണ്. ഇനി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമോ? പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം മീൻസ് V3 ഫോം എന്ന് പറയുന്നത് ഏതാണ്? ബീനാണ് കേട്ടോ, ബീനാണ്. അപ്പൊ ഈ ബീനെ എവിടെ കണ്ടാലും നിങ്ങൾ അത് V3 ആണ് എന്ന് മനസ്സിലാക്കുക. മീൻസ് ഈസിന്റെ, ആമിന്റെ, ആറിന്റെ, വാസിന്റെയും വേറിന്റെ ഒക്കെ ഒരു V3 ഫോം നിങ്ങൾക്ക് എഴുതണമെങ്കിൽ അത് നിങ്ങൾക്ക് എന്തെഴുതാം? ബീൻ എന്ന് എഴുതാം. നമ്മുടെ ഇഫ് ക്ലോസിൽ ഈ ബീൻ പലയിടത്തും കയറി വരാറുണ്ട്. നമ്മുടെ ഇഫ് ക്ലോസിലായാലും മെയിൻ ക്ലോസിലായാലും ഇഫ് ക്ലോസിലായാലും മെയിൻ ക്ലോസിലായാലും ഈ ബീൻ കയറി വരും. അപ്പൊ ബീൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം അതെന്താകുന്നു? അത് V3 ഫോം ആകുന്നു എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഇഫിന് ശേഷം ഹാർഡ് വന്നു, ഹാർഡിന് ശേഷം ബീൻ എന്ന് V3 കിടപ്പുണ്ട്. അപ്പൊ ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വന്നു. മെയിൻ ക്ലോസിൽ നമുക്ക് എന്തെഴുതാം? വുഡ് ഹാവോ, ഷുഡ് ഹാവോ, കുഡ് ഹാവോ, മൈറ്റ് ഹാവോ പ്ലസ് V3 എഴുതാം. വുഡ് ഹാവ് ബീൻ എന്ന് എഴുതി. ഈ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ഏതാ? ബിയുടെ പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം അത് ബീയിങ് ആണ്. ഇതൊക്കെ ബേസ് ആണ് കേട്ടോ, ഇതൊക്കെ നമുക്ക് പലയിടത്തും ഉപകരിക്കും. ഓക്കെ, അപ്പൊ ബീൻ ഓർക്കണേ V3 ആണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കേ. if he had been better education he dash become a great man. Option A will, option B would, option C would have been, option D would have. ഇവിടെ നിങ്ങളുടെ ആൻസർ എന്താ? ഇവിടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വുഡ് ഹാവ് ആണ് റൈറ്റ് ആൻസർ. പലരുടെയും മൈൻഡിലോട്ട് ഇപ്പോൾ ഓടി എത്തിക്കാണും വുഡ് ഹാവ് ബീൻ എന്ന ആൻസർ. അതല്ല ഇവിടുത്തെ ആൻസർ, വുഡ് ഹാവ് ആണ് ആൻസർ. എന്തുകൊണ്ട്? ഇവിടെ ഇഫ് വന്നു, ഇഫിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? ഹാർഡ് ഉണ്ട്, ഹാർഡിന് ശേഷം ബീൻ ഉണ്ട്. ഒരു വില്ലേജിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, വില്ലേജ് ഫീൽഡ് ടെസ്റ്റിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇഫ് വന്നു, ഇഫിന് ശേഷം ഹാർഡ് ഉണ്ട്, ഹാർഡിന് ശേഷം ബീൻ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവോ, ഷുഡ് ഹാവോ, കുഡ് ഹാവോ, മൈറ്റ് ഹാവോ പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. ഒറ്റ നോട്ടത്തിൽ വുഡ് ഹാവ് ബീൻ കണ്ടു, വുഡ് ഹാവ് പ്ലസ് V3 കണ്ടു, ഓടിപ്പോയി അതങ്ങ് എഴുതി വെക്കും. ഈ എക്സാം അന്ന് എഴുതിയ ഒരു വിഭാഗം കുട്ടികളും വുഡ് ഹാവ് ബീനാണ് എഴുതിയത്. പക്ഷെ ഇവിടെ ആൻസർ വുഡ് ഹാവ് ആണ്. എന്തുകൊണ്ട്? ബിക്കം എന്ന് ഓൾറെഡി V3 ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ, ക്വസ്റ്റ്യനിൽ തന്നെ V3 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ്, വുഡ് ഹാവ് വരെ എഴുതി നിർത്തിയാൽ മതി, പിന്നൊരു V3 കൂടി എഴുതേണ്ട കാര്യമില്ല. വുഡ് ഹാവ് വരെ എഴുതിയാൽ മതി. അപ്പൊ ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വന്നു, വുഡ് ഹാവ് പ്ലസ് V3 എഴുതി. കം കെയിം കം എന്നല്ലയോ, ബിക്കം ബിക്കെയിം ബിക്കം എന്നാണ്. ഈ ബിക്കം എന്താ? V3 ആണ്. നിങ്ങൾ എഴുതുന്ന ക്വസ്റ്റിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾ ഇവിടെ എന്ത് കൊടുക്കുക? V3 എന്നങ്ങ് കൊടുക്കുക കേട്ടോ. ഇതൊക്കെ തെറ്റാൻ ചാൻസ് ഉള്ളതാണ്, ശ്രദ്ധിച്ചേതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പിക്ക് ഔട്ട് ദ കറക്റ്റ് വേർഡ് ഓർ സെന്റൻസ് ഫ്രം ദ ഓപ്ഷൻ. ഓപ്ഷൻ എ, ഇഫ് യു സ്റ്റഡി വെൽ യു വുഡ് പാസ് ദ എക്സാമിനേഷൻ. ഓപ്ഷൻ ബി, ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ. ഓപ്ഷൻ സി, if you studied well you will pass the examination. Option D, if you have studied well you would pass the examination. But answer option B ആകുന്നു. If you study well you will pass the examination എന്നുള്ളതാണ്. ഇവിടെ ഇഫിന് ശേഷം എന്താ വന്നിരിക്കുന്നത്? സ്റ്റഡി ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇഫ് പ്ലസ് V1 വന്നു. ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷോൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഇവിടെ എന്താ? വിൽ പ്ലസ് V1 കറക്റ്റ് ആണ്. ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഇവിടെ ഇഫിന് ശേഷം സ്റ്റഡി എന്ന വെർബിന്റെ V1 ഫോം വന്നു, പക്ഷെ മെയിൻ ക്ലോസിൽ എന്താ? വുഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ വുഡ് അല്ല വരേണ്ടുന്നത്, അവിടെ എന്താ വരിക? വില്ലാണ് വരേണ്ടുന്നത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. ഓക്കെ, അവിടെ വില്ലായിരുന്നു വരേണ്ടുന്നത്. ഓപ്ഷൻ സി നോക്കേ, ഇഫ് യു സ്റ്റഡീഡ് വെൽ യു വിൽ പാസ് ദ എക്സാമിനേഷൻ എന്നാ. ഇവിടെ ഇഫിന് ശേഷം സ്റ്റഡീഡ് എന്നാണ് വന്നത്. അപ്പോൾ ഇഫ് പ്ലസ് V2 ആണ് വന്നത്. ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ വില്ലാണോ വരേണ്ടത്? വുഡ് അല്ലേ വരേണ്ടത്? വുഡ് പാസ് ദ എക്സാമിനേഷൻ എന്നാണ് വരേണ്ടത്. അതുകൊണ്ട് ഇത് തെറ്റാണ്. അടുത്ത നോക്കേ, ഇഫ് യു ഹാവ് സ്റ്റഡീഡ് വെൽ
യു വുഡ് പാസ് ദ എക്സാമിനേഷൻ എന്നാ. ഏതെങ്കിലും ഒരു ഭാഗം കറക്റ്റ് ആവണ്ടേ? ഇവിടെ വുഡ് വരണമെങ്കിൽ വുഡ് പ്ലസ് V1 വരണമെങ്കിൽ ഇവിടെ എന്താണ് V2 മാത്രം വന്നാൽ മതി. അവിടെ പിന്നെ ഹാവൂടെ കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇഫ് പ്ലസ് V1 വന്നു, മെയിൻ ക്ലോസിൽ വിൽ പ്ലസ് V1 യൂസ് ചെയ്തു. 10ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഐ ഹാവ് മണി ഐ ഡാഷ് എ ന്യൂ കാർ. ഓപ്ഷൻ എ വിൽ ബൈ, ഓപ്ഷൻ ബി വുഡ് ബൈ, ഓപ്ഷൻ സി വുഡ് ഹാവ് ബോട്ട്, ഓപ്ഷൻ ഡി ഷുഡ് ബൈ. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് വിൽ ബൈ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എന്തുകൊണ്ടാണ് നമ്മൾ വിൽ ബൈ എന്ന ആൻസറിലോട്ട് പോയത് പറയട്ടെ. ഇത് നമ്മുടെ ഒരു എക്സെപ്ഷണൽ കേസായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റൂളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഹാസും ഹാവും ഹാഡും ഒക്കെ ഓക്സിലറി വെർബിന് പുറമെ മെയിൻ വെർബായിട്ട് നമ്മുടെ സെൻറ്റൻസിൽ വരും. ഈ ഹാസും ഹാവും ഹാഡും ഒക്കെ നമ്മുടെ സെൻറ്റൻസിൽ വന്നിട്ട് അതിനുശേഷം മറ്റൊരു വെർബ് ഇല്ലെങ്കിൽ, വെർബ് എന്ന് പറയുമ്പോൾ എന്താ, വാട്ട് എ സബ്ജക്റ്റ് ഡസ്, ഒരു സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി, അതിനെയാണ് വെർബ് എന്ന് വിളിക്കുക. ഈറ്റ്, ഡ്രിങ്ക്, വാക്ക്, പ്ലേ, റൈറ്റ്, റീഡ്, ഇതൊക്കെ വെർബിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ ഹാസും ഹാവും ഹാഡും ഒക്കെ വന്നിട്ട് അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു വെർബ് വന്നിട്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സെൻറ്റൻസിൽ ഹാസായാലും ഹാവായാലും ഹാഡായാലും മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പം ഹി ഹാസ് പ്ലേഡ് ക്രിക്കറ്റ് അല്ലെങ്കിൽ ഹി ഹാഡ് പ്ലേഡ് ക്രിക്കറ്റ് എന്നൊക്കെ കൊടുക്കുമ്പോൾ അവിടെയൊക്കെ എന്താ ഹാസും ഹാവും ഹാഡും ഒക്കെ കഴിഞ്ഞിട്ട് പ്ലേഡ് എന്നൊരു വെർബ് കിടപ്പുണ്ട്. അങ്ങനെ ഒരു വെർബ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ ഹാസായാലും ഹാവായാലും ഹാഡായാലും ഓക്സിലറി വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ ഹാസും ഹാവും ഹാഡും ഒക്കെ കഴിഞ്ഞിട്ട് മറ്റ് വെർബുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഹാസും ഹാവും ഹാഡും ഒക്കെ എന്തായിട്ടാണ് മെയിൻ വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹാവിന് ശേഷം മണിയാണ് കിടക്കുന്നത്. മണി എന്ന് പറയുമ്പോൾ അതൊരു നൗൺ ആണ്, ഒരു വെർബ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സെൻറ്റൻസിൽ ഹാവ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാസും ഹാവും ഹാഡും വന്നിട്ട് വേറെ വെർബ് ഇല്ലെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ ഹാസായാലും ഹാവായാലും ഹാഡായാലും മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സെൻറ്റൻസിൽ ഹാസും ഹാവും ഹാഡും ഒക്കെ മെയിൻ വെർബായിട്ട് വന്നാൽ ശ്രദ്ധിക്കുക, ഹാസ് അഥവാ ഹാവ് മെയിൻ വെർബായിട്ട് വന്നാൽ നിങ്ങൾ എന്തുപയോഗിച്ചോളൂ, പ്രസൻറ്റ് ടെൻസ് അങ്ങ് ഉപയോഗിച്ചോളൂ. മീൻസ് നമ്മുടെ ഫസ്റ്റ് റൂളായിട്ട് വരും വില്ലോ, ഷോളോ, ക്യാനോ, മേയോ പ്ലസ് വെർബിൻ്റെ V1 ഫോമാണ് ഉപയോഗിക്കുക. ഓക്കെ ആണോ? അപ്പൊ ഹാസ് അഥവാ ഹാവ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചാൽ പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുക. മീൻസ് വില്ലോ, ഷാളോ, ക്യാനോ, മേയോ പ്ലസ് V1 അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ ഇഫിന് ശേഷം ഹാവ് വന്നു, ഹാവിന് ശേഷം മണിയാണ്, ഒരു നൗണാണ്. ഇവിടെ ഹാവ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാസ് അഥവാ ഹാവ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. വിൽ, ഷാൾ, ക്യാൻ, മേ ഇവയിൽ ഏതെങ്കിലും പ്ലസ് വെർബിന്റെ V1 ഫോം ഉപയോഗിക്കാം. അതുകൊണ്ടാണ് ഇവിടെ വിൽ ബൈ എന്ന് ആൻസർ എഴുതിയത്. നെക്സ്റ്റ് വൺ, ഇഫ് ഐ ഹാഡ് എ ടൈപ്പ് റൈറ്റർ ഐ ഡാഷ് സം കോപ്പി. ഓപ്ഷൻ എ വുഡ് ടേക്ക്, ഓപ്ഷൻ ബി വുഡ് ഹാവ് ടേക്കൺ, ഓപ്ഷൻ സി ഷോൾ ടേക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ വുഡ് ടേക്ക് ആണ്. പലരുടെ ആൻസർ വുഡ് ഹാവ് ടേക്കൺ, അതിനകത്തോട്ട് പോയി കാണാം. എന്തുകൊണ്ട്? ഇവിടെ ഇഫ് കണ്ടു, ഹാഡ് കണ്ടു, അപ്പുറത്ത് V3 ആണോ എന്നൊന്നും പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല. ഓർക്കാതങ്ങ് വുഡ് ഹാവ് പ്ലസ് V3 പോകുന്നവരുണ്ട്. എപ്പോഴായാലും നിങ്ങൾ ഹാസും ഹാവും ഹാഡും ഒക്കെ വരുമ്പോൾ അതിനുശേഷം V3 ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആൻസർ എഴുതാവും. ഇത് നമ്മുടെ തേർഡ് റൂൾ അല്ല. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 എന്ന റൂൾ അല്ല. എന്തുകൊണ്ട്? ഹാഡിന് ശേഷം ഇവിടെ ടൈപ്പ് റൈറ്റർ ആണ് കിടക്കുന്നത്. ടൈപ്പ് റൈറ്റർ എന്ന് പറയുമ്പോൾ അതെന്താ? അതൊരു സാധനത്തിൻ്റെ പേരാണ്, അതൊരു വെർബ് അല്ല, അതൊരു നൗൺ ആണ്. സോ ഇവിടെ ഹാഡ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സെൻറ്റൻസിൽ ഹാഡ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചു. തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞു ഹാസ് അഥവാ ഹാവ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചാൽ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക എന്ന്.
ഇവിടെ എന്താണ് ഹാർഡ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കേ, ഹാർഡ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചാൽ മീൻസ് ഹാർഡ് പ്ലസ് V3 ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അപ്പോൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൂളായിട്ട് വരും. രണ്ടാമത്തെ റൂളിൽ എന്തായിരുന്നു? ഇഫ് പ്ലസ് V2 അല്ലയോ? അപ്പോൾ നമ്മൾ എന്താ എഴുതുന്നത്? വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ പ്ലസ് വെർബിൻ്റെ V1 ഫോമായിരുന്നു എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഇഫിന് ശേഷം ഹാർഡ് വന്നു, ഹാർഡിന് ശേഷം ഒരു നൗണാണ് കിടക്കുന്നത്, V3 ഇല്ല. ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വന്നു. മെയിൻ ക്ലോസിൽ നമ്മൾ വുഡോ, ഷുഡോ, ഹാർഡ് പ്ലസ് V3 വന്നിട്ടില്ല. ഹാർഡ് പ്ലസ് V3 ഇല്ലെങ്കിൽ ഹാർഡ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹാർഡ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചാൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. വുഡോ, ഷുഡോ, കുഡോ, മൈറ്റോ പ്ലസ് V1 എഴുതുക. വുഡ് ടേക്ക് എന്ന് എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If she has the ability, she dash solve this problem. Option A could, option B can, option C could have, option D would. ഇവിടെ ആൻസർ ഏതായിരിക്കാം? ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാൻ ആണ്. ഇതാ നമ്മളിപ്പോൾ പഠിച്ചത് തന്നെയാണ്. ഇവിടെയും ഇഫിന് ശേഷം ഹാസ് വന്നു. ഹാസിന് ശേഷം എന്താ കിടക്കുക? എബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് നൗൺ തന്നെയാണ്. അപ്പോൾ അവിടെ നൗണാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹാസിന് ശേഷം മറ്റൊരു വെർബ് ഇല്ല. സോ നമുക്ക് മനസ്സിലാക്കാം ഈ സെൻറ്റൻസിലും ഹാസ് മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സെൻറ്റൻസിൽ ഹാസും ഹാവും ഒക്കെ മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചാൽ നമ്മൾ എന്താ ഉപയോഗിക്കുക? പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഇവിടെ ക്യാൻ സോൾവ് V1 ഓൾറെഡി ക്വസ്റ്റ്യനിലുണ്ട്. ക്യാൻ പ്ലസ് V1 യൂസ് ചെയ്തു. If I had food, I dash go to sleep. Option A will, option B would, option C would have, option D shall. എളുപ്പമായല്ലോ. ആൻസർ ഏതാ? I would go to sleep എന്നാണ്. എന്തുകൊണ്ട്? ഇഫിന് ശേഷം ഹാർഡ് വന്നിട്ടുണ്ട്, ഹാർഡിന് ശേഷം V3 ഇല്ല. ഫുഡ് എന്ന് പറയുമ്പോൾ അതൊരു നൗണാണ്. അപ്പോൾ ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 അല്ല വന്നിരിക്കുന്നത്, തേർഡ് റൂൾ അല്ല വന്നിരിക്കുന്നത്. ഹാർഡ് ഇവിടെ മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സെൻറ്റൻസിൽ ഹാർഡ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചാൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക കേട്ടോ. ഇഫ് ഐ ഹാർഡ് ഫുഡ് ഐ വുഡ് ഗോ ടു സ്ലീപ്പ് എന്ന് ഉപയോഗിച്ചു. വുഡ് പ്ലസ് V1 ഉപയോഗിച്ചു. അടുത്തൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഐ വുഡ് ഹാവ് ടൈപ്ഡ് ഇറ്റ്. ഓപ്ഷൻ എ if I had a computer, option B if I had a computer, option C if I has a computer, option D none of these. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്. if I had a computer എന്നാണ്. പലരും ഇത് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ രണ്ട് ഹാർഡ് അടുത്തൊക്കെ കാണുമ്പോൾ ചിലർ വിചാരിക്കും എന്താ ഒരു രണ്ട് ഹാർഡ് അടുത്ത് വന്നല്ലോ, ഇത് ചിലപ്പോൾ പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ഒക്കെ ആയിരിക്കാം, അങ്ങനെ രണ്ട് ഹാർഡ് അടുത്ത് വരുമോ എന്ന് വിചാരിച്ച് എഴുതാതെ പോകും. അല്ല, ഇതാണ് ഇവിടെ ശരി. എന്തുകൊണ്ട്? ഇവിടെ വുഡ് ഹാവ് ടൈപ്ഡ്, വുഡ് ഹാവ് ടൈപ്ഡ് എന്ന് വന്നു. വുഡ് ഹാവ് പ്ലസ് V3 എന്ന് വന്നു. അപ്പോൾ വുഡ് ഹാവ് പ്ലസ് V3 വരണമെങ്കിൽ ഇഫിന് ശേഷം എന്താണ് വരിക? ഹാർഡ് പ്ലസ് V3 ആണ്. ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വരുമ്പോഴല്ലയോ നമ്മൾ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് പ്ലസ് V3 എഴുതുക. ഇവിടെ വുഡ് ഹാവ് പ്ലസ് V3 വരണമെങ്കിൽ ഇഫ് ക്ലോസിൽ എന്താ വരിക? ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 ആണ് വരിക. ഇവിടെ ആദ്യത്തെ ഹാർഡ് ഓക്സിലറി വെർബായിട്ട് ഹാർഡ് ആയിട്ടും രണ്ടാമത്തെ ഹാർഡ് V3 ആയിട്ടുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇഫ് ഐ ഹാഡ് എ കമ്പ്യൂട്ടർ, ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വന്നു. അതുകൊണ്ടാണ് മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ടൈപ്ഡ് എന്ന് എഴുതിയത്. ഓക്കെ ആണേ. അപ്പം രണ്ട് ഹാർഡൊക്കെ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഹാസും ഹാവും V1 ആണ്, ഹാർഡ് V2 ആണ്. ഹാർഡ് തന്നെയാണ് നമ്മൾ V3 ആയിട്ടും എഴുതുക. If she shut the door, he dashed to enter. Option A won't be able.
ഓപ്ഷൻ ബി വുഡ് ബി ഏബിൾ, ഓപ്ഷൻ സി വുഡിൻറ്റ് ബി ഏബിൾ, ഓപ്ഷൻ ഡി വുഡ് ഹാവ് ബീൻ ഏബിൾ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് വുഡിൻറ്റ് ബി ഏബിൾ ആണ്. എന്തുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മുടെ സെക്കൻഡ് എക്സെപ്ഷൻ പോലെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ഏതാണ്? ഇവിടെ ഇഫ് വന്നു, ഇഫിന് ശേഷം എന്താ? ഷട്ട് കിടക്കുന്നു. ഈ ഷട്ട് കണ്ടപ്പോൾ പെട്ടെന്ന് നമുക്കത് ഏത് വെർബെന്ന് മനസ്സിലായില്ല. ഓക്കെ, ഷട്ട് ഷട്ട് ഷട്ടൊക്കെ ആയതുകൊണ്ട് പുട്ട് 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 എന്നൊക്കെ പറയുന്ന പോലെ ഷട്ട് ഷട്ട് ഷട്ടൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് എന്താ V1 ആണോ V2 ആണോ V3 ആണോ എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഈ ക്വസ്റ്റിനകത്ത് ഷട്ട് വന്നതുപോലെ നമുക്ക് ഇതേപോലെ ഇഫ് ക്ലോസിൽ വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയായിരിക്കാം? ഇവയൊക്കെയാണ്. സിമ്പിളായിട്ട് അതിൻ്റെ റൂൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ആദ്യം ഇത് കേൾക്കുക. ലെറ്റ്, കട്ട്, ഷട്ട്, പുട്ട്, സെറ്റ്, റീഡ് ഉണ്ട്. ഇവയൊക്കെ വരുമ്പോൾ ലെറ്റ്, കട്ട്, ഷട്ട്, പുട്ട്, സെറ്റ്, റീഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഇഫ് ക്ലോസ് കംപ്ലീറ്റ് ചെയ്യുക? ഷോർട്ടായിട്ട് പറഞ്ഞു തരിക. എല്ലാവർക്കും ഒരേപോലെ മനസ്സിലാവുന്ന രീതിയിൽ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. ഈ ഷട്ടിൻ്റെയൊക്കെ കൂടെ ഒരു യെസ് വന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതെന്തായിരിക്കും? പ്രസൻ്റ് ആയിരിക്കും. യെസ് ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? പാസ്റ്റ് ആയിരിക്കും. അപ്പോൾ പ്രസൻ്റ് ആണെങ്കിൽ വിൽ ഓർ ഷാൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 എഴുതാം. പാസ്റ്റ് ആണെങ്കിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 എഴുതാം. ഇവിടെ ഷട്ടിനോടൊപ്പം എന്തില്ല? യെസ് ഇല്ല. അതുകൊണ്ട് അതെന്താ? പാസ്റ്റ് ആണ്. പാസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? വുഡ് എഴുതാം. ഇവിടെ നോക്കിയപ്പോൾ രണ്ട് വുഡ് ഉണ്ട്. ഇപ്പൊ വോണ്ട് എന്ന് പറയുമ്പോൾ അതെന്താ? വിൽ പ്ലസ് നോട്ട് ആണ് വോണ്ട്. അപ്പൊ അത് ഒരിക്കലും ആൻസർ ആയിട്ട് വരത്തില്ലല്ലോ, വില്ലാണ്. ഓക്കെ, V2 എല്ലാം വരത്തോളൂ, വുഡ് ഷുഡും ഒക്കെ എല്ലാം വരത്തോളൂ. ഇവിടെ വുഡ് ഹാവ് ബീൻ എന്ന് വന്നു. വുഡ് ഹാവ് പ്ലസ് V3 ആണ്. അതും നമുക്ക് ആൻസർ ആയിട്ട് വരത്തില്ല. എന്തുകൊണ്ടാ? ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 വന്നെങ്കിലേ വുഡ് ഹാവ് പ്ലസ് V3 വരത്തുള്ളൂ. പിന്നെ വുഡ് ഉള്ള രണ്ട് ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഷട്ട് വന്നു, എസ് ഇല്ല, പാസ്റ്റ് ആണ്. വുഡോ ഷുഡോ കുഡോ മൈറ്റോ പ്ലസ് V1 എഴുതണം. ഇവിടെ നോക്കിയപ്പോൾ വുഡ് ബി ഏബിളും ഉണ്ട്, വുഡിൻറ്റ് ബി ഏബിളും ഉണ്ട്. ഇതിൽ നമ്മൾ ഏതെഴുതും? കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതായിരിക്കും? ഓക്കെ, മീനിങ്ങിലോട്ട് പോവാം. അപ്പൊ തിരിച്ച് ഇഫ് ഷീ ഷട്ട് ദ ഡോർ, അവൾ ഡോർ അടച്ചാൽ ഹി ഡാഷ് ടു എൻറ്റർ, അവന് അകത്തേക്ക് പ്രവേശിക്കുവാനും കഴിയില്ല. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെയും ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് മീനിങ് വരണ്ടേ? അവൾ ഡോർ അടച്ചാൽ അവൻ അകത്തേക്ക് പ്രവേശിക്കാനും കഴിയില്ല. അപ്പൊ അവിടെയും ഇല്ല എന്നുള്ള ഒരു നെഗറ്റീവ് മീനിങ് കിട്ടണം. അതുകൊണ്ട് നമ്മൾ എന്തെഴുതി? വുഡിൻറ്റ് ബി ഏബിൾ, വുഡ് നോട്ട് ബി ഏബിൾ, വുഡിൻറ്റ് ബി ഏബിൾ എന്ന ആൻസർ എഴുതി. അപ്പൊ റൂൾ ഇതാണ്. ലെറ്റ് നമ്മുടെ സെക്കൻഡ് എക്സെപ്ഷൻ ആയിട്ട് എടുക്കാം കേട്ടോ. ഹാസും ഹാവും ഹാർഡും മെയിൻ വെർബായിട്ട് വരുന്നത് ഫസ്റ്റ് എക്സെപ്ഷൻ എന്ന് കൂട്ടുക. സെക്കൻഡ് എക്സെപ്ഷൻ ആയിട്ട് നിങ്ങൾ ഇതെടുക്കുക. ലെറ്റ്, കട്ട്, ഷട്ട്, പുട്ട്, സെറ്റ്, റീഡ്. ഇവയോടൊപ്പം യെസ് ഉണ്ടെങ്കിൽ പ്രസന്റ്, യെസ് ഇല്ലെങ്കിൽ പാസ്റ്റ്. ഇതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. നോക്കുക. ഇഫ് ദ മാനേജർ ലെറ്റ് മീ ഗോ ഐ ഡാഷ് ഏർലി. ഓപ്ഷൻ എ വിൽ സ്റ്റാർട്ട്, ഓപ്ഷൻ ബി വുഡ് സ്റ്റാർട്ട്, ഓപ്ഷൻ സി വിൽ ബി സ്റ്റാർട്ടിങ്, ഓപ്ഷൻ ഡി വുഡ് ഹാവ് സ്റ്റാർട്ടഡ്. ഇവിടെ ആൻസർ ഏതായിരിക്കാം? ആൻസർ ഇപ്പോൾ എളുപ്പമായില്ലേ? ഓപ്ഷൻ ബി ആണ്, വുഡ് സ്റ്റാർട്ട് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇവിടെ ഇഫ് വന്നു, ഇഫിന് ശേഷം ലെറ്റ് ഈ ഗോയൊന്ന് നോക്കി V1 എഴുതല്ലേ. ആദ്യം ലെറ്റ് എന്നൊരു വെർബ് ഉണ്ട്. അപ്പൊ ആ ലെറ്റ് തന്നെ നോക്കുക. ഇവിടെ ഇഫിന് ശേഷം ലെറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചു ലെറ്റ്, കട്ട്, ഷട്ട്, പുട്ട്, സെറ്റ്, റീഡ്. ഇവയോടൊപ്പം എസ് ഉണ്ടെങ്കിൽ പ്രസന്റ് ആണ്, എസ് ഇല്ലെങ്കിൽ പാസ്റ്റ് ആണ്. ഇവിടെ എസ് ഇല്ലല്ലോ, അതുകൊണ്ട് പാസ്റ്റ് അല്ലേ. അതുകൊണ്ട് എന്തെഴുതി? വുഡ് പ്ലസ് V1, വുഡ് സ്റ്റാർട്ട് എന്ന് എഴുതി. ഓക്കെ ആണോ? ഇഫ് ദ മാനേജർ ലെറ്റ് മീ ഗോ ഐ വുഡ് സ്റ്റാർട്ട് എന്ന് എഴുതി. അപ്പോൾ ഇഫ് പ്ലസ് V1, ഇഫ് പ്ലസ് V2, ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3. അടുത്തത് ഹാസും ഹാവും മെയിൻ വെർബായിട്ട് വന്നു, ഹാർഡ് മെയിൻ വെർബായിട്ട് വന്നു. അടുത്തത് ലെറ്റ്, കട്ട്, ഷട്ട്, പുട്ട്, സെറ്റ്, റീഡ്. ഇവയോടൊപ്പം എസ് ഉണ്ടെങ്കിൽ പ്രസന്റ്, എസ് ഇല്ലെങ്കിൽ പാസ്റ്റ്. അത്തരം റൂളുകളൊക്കെ നമ്മൾ പഠിച്ചു. അടുത്തത് ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ വായിച്ച് തന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളതായിരിക്കാം എന്ന് വിശ്വസിക്കുന്നു. ഇഫ് ഐ വേർ എ ബേർഡ് ഐ ഡാഷ് ഫ്ലൈ എവേ. അറിയാതെ ആൻസർ കൂടെ വരുന്നില്ലേ? അത്രേ ഉള്ളൂ. ഓപ്ഷൻ എ വിൽ,
ഓപ്ഷൻ ബി വുഡ്, ഓപ്ഷൻ സി ഷോൾ, ഓപ്ഷൻ ഡി വുഡ് ഹാവ്. ഏതാണ് ആൻസർ? വുഡ് ആണ്. ഷുഡ് ഉണ്ടെങ്കിലും വുഡ് എഴുതാവൂ, ഷുഡ് ഉണ്ടെങ്കിലും വുഡ് എഴുതാവൂ കേട്ടോ. എന്തുകൊണ്ട്? ഇഫ് ഐ വേർ എ ബേർഡ്, ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ, ഐ ഡാഷ് ഫ്ലൈ അവേ. അപ്പം ഞാനൊരു ബേർഡ് ആയിരുന്നെങ്കിൽ, നമ്മളിപ്പോൾ മനുഷ്യനാണ്, നമ്മൾ എന്താ ബേർഡ് ആയിരുന്നെങ്കിൽ എന്ന് ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഇമാജിനറി കണ്ടീഷൻ വരുമ്പോൾ എന്താണ് ഉപയോഗിക്കുക? പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇമാജിനറി കണ്ടീഷൻ വരുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇവിടെ ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ അവേ എന്നാണ്. ഇതൊരു ഇമാജിനറി കണ്ടീഷൻ ആണ്. അങ്ങനെ ഇഫ് ക്ലോസിൽ ഒരു ഇമാജിനറി കണ്ടീഷൻ വന്നാൽ നിങ്ങൾക്ക് എന്തുപയോഗിക്കാം? പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. അടുത്തത്, ഇഫ് ഐ വേർ ഇൻ USA ഐ ഡാഷ് വാച്ച് US ഓപ്പൺ. ഓപ്ഷൻ എ വുഡ്, ഓപ്ഷൻ ബി വുഡ് ഹാവ്, ഓപ്ഷൻ സി വിൽ, ഓപ്ഷൻ ഡി ഷോൾ. ഇവിടെയും ആൻസർ വുഡ് ആണ്. ഓപ്ഷൻ എ വുഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സെയിം റൂളിൽ നിന്ന് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് ഐ വേർ ഇൻ USA ഐ ഡാഷ് വാച്ച് US ഓപ്പൺ. അപ്പം ഇഫ് ഐ വേർ ഇൻ USA, അപ്പം ഞാൻ USA ആയിരുന്നെങ്കിൽ, ഞാനിപ്പോൾ ഇന്ത്യയിലാണ്, USA ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? ഇമാജിൻ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇമാജിനറി കണ്ടീഷൻ വന്നാൽ നമുക്ക് എന്തുപയോഗിക്കാം? പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം. ഇവിടെ ഏതാ പാസ്റ്റ്? വുഡ് ആണ്. വുഡ് എഴുതി. അപ്പം 3 മെയിൻ റൂള്, 3 എക്സെപ്ഷണൽ കേസുകൾ, ഇനി 3 സ്പെഷ്യൽ കേസ് ഇടാകുമ്പോൾ ആ ടോപ്പിക് അവിടെ അവസാനിക്കുകയാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് പീപ്പിൾ ഈറ്റ് ടു മച്ച് ദേ ഡാഷ് ഫാറ്റ്. ഓപ്ഷൻ എ ഗെറ്റ്, ഓപ്ഷൻ ബി ഗോട്ട്, ഓപ്ഷൻ സി ഗെറ്റ്സ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ആൻസർ ഗെറ്റ് ആണ്. എന്തുകൊണ്ട്? ഇതൊരു സീറോ കണ്ടീഷണൽ ക്ലോസ് ആണ്. എന്താണ് ഈ സീറോ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ? സീറോ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? പൊതുകാര്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, പതിവുകൾ തുടങ്ങിയവയെ സൂചിപ്പിക്കുവാനാണ് ഇത്തരം വാക്യങ്ങൾ ഉപയോഗിക്കുക. ഇങ്ങനെ സീറോ കണ്ടീഷണൽ ക്ലോസ് വരുമ്പോൾ നിങ്ങൾ ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും എന്ത് തന്നെ എഴുതിയാൽ മതി? സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ എഴുതിയാൽ മതി. ഇപ്പൊ എന്തൊക്കെയാ? പൊതു കാര്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ, പൊതുകാര്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, പതിവുകൾ. ഓക്കെ, യൂണിവേഴ്സൽ ട്രൂത്തും ജനറൽ ട്രൂത്തും ഫാക്ട്സും ഹാബിച്വൽ ആക്ഷൻസും ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൊതുകാര്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, പതിവുകൾ ഇവയെ സൂചിപ്പിക്കുവാനാണ് നമ്മൾ ഇത്തരം വാക്യങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. 2 ക്ലോസിലും, ആ ഇഫ് ക്ലോസിലും അതേപോലെ തന്നെ മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ ഉപയോഗിച്ചാൽ മതി. സിമ്പിൾ പ്രസന്റ് ടെൻസ് അങ്ങ് ഉപയോഗിച്ചാൽ മതി. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ എന്താ? സബ്ജക്റ്റ് പ്ലസ് B1 പ്ലസ് ഒബ്ജക്റ്റ് ആണ് സിമ്പിൾ പ്രസന്റിന്റെ ടെൻസ് ഫോർമാറ്റ്. സിമ്പിൾ പ്രസന്റിന്റെ ടെൻസ് ഫോർമാറ്റ് സബ്ജക്റ്റ് പ്ലസ് B1 പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ഇതേപോലൊരു സീറോ കണ്ടീഷണൽ ക്ലോസ് വരുമ്പോൾ ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും നിങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ നോക്കേ, ഇഫ് പീപ്പിൾ ഈറ്റ് ടു മച്ച് ദേ ഡാഷ് ഫാറ്റ്. പീപ്പിൾ അമിതമായി കഴിച്ചാൽ എന്താവും? ഫാറ്റ് ആവും എന്ന് പറയുമ്പോൾ അതെന്താണ്? അതൊരു പൊതു വസ്തുതയാണ്, ഒരു ജനറൽ ഫാക്റ്റ് ആണ്. ഇതിനെ ഒരു സീറോ കണ്ടീഷണൽ ക്ലോസ് എന്ന് വിളിക്കാം. അപ്പൊ ഇവിടെ ഇഫ് പീപ്പിൾ ഈറ്റ് വെർബിന്റെ V1, പീപ്പിൾ ഈറ്റ് സബ്ജക്റ്റ് പ്ലസ് V1. ഇഫ് എന്ന ക്ലോസിൽ സിമ്പിൾ പ്രസന്റ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോസിൽ നമ്മൾ എന്ത് തന്നെ എഴുതണം? സിമ്പിൾ പ്രസന്റ് ടെൻസ് തന്നെ എഴുതണം. ദേ എന്ന സബ്ജക്റ്റ് ഉണ്ട്, ഗെറ്റ് എന്ന V1 ഫോം ഉണ്ട്. അപ്പൊ അവിടെ എന്താ? സിമ്പിൾ പ്രസന്റ് എഴുതണം. ദേ എന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണ്,
അതുകൊണ്ട് V1 ഫോമിൽ ഗെറ്റും ഗെറ്റ്സും V1 ആണ്. ഗെറ്റ്സ് സിംഗുലർ ആണ്, ഗെറ്റ് പ്ലൂറൽ ആണ്. നമ്മൾ ഏതെഴുതി? പ്ലൂറൽ ആയിട്ടുള്ള ഗെറ്റ് എഴുതി. ഓക്കെ ആണോ? അപ്പൊ സീറോ കണ്ടീഷണൽ ക്ലോസ് എന്ന് പറയുമ്പോൾ എന്താ? പൊതു കാര്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, പതിവുകൾ തുടങ്ങിയവയെ സൂചിപ്പിക്കുവാനാണ് സീറോ കണ്ടീഷണൽ ക്ലോസ് ഉപയോഗിക്കുക. ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇവിടെ ഇഫ് പീപ്പിൾ ഈറ്റ് V1 വന്നു. ഇവിടെ എന്ത് തന്നെ എഴുതുക? V1 തന്നെ എഴുതുക. ദേ ഗെറ്റ് ഫാറ്റ് എന്ന് എഴുതി. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ബേബീസ് ആർ ഹംഗ്രി ദേ ഡാഷ്. ഓപ്ഷൻ എ ക്രൈസ്, ഓപ്ഷൻ ബി ക്രൈഡ്, ഓപ്ഷൻ സി ക്രൈ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ്, ക്രൈ ആണ്. എന്തുകൊണ്ട് ക്രൈ എഴുതി? ഇഫ് ബേബീസ് ആർ ഹംഗ്രി, ഓക്കെ, കുട്ടികൾ വിശന്നാൽ അവർ കരയും. അതെന്താ? അതൊരു പൊതുവസ്തുതയാണ്. സീറോ കണ്ടീഷണൽ ക്ലോസ് ആണ്. ഇഫ് ക്ലോസ് ദ ബേബീസ് ആർ സബ്ജക്ട് പ്ലസ് V1 കൊടുത്തിട്ടുണ്ട്. ഇസു ആമോ ആറും മെയിൻ വെർബായിട്ട് V1 ആയിട്ടല്ലേ വരുന്നത്. ഇസു ആമോ ആറ് V1 അല്ലേ? അപ്പൊ ഇഫ് പ്ലസ് V1 വന്നിട്ടുണ്ട്. മെയിൻ ക്ലോസിൽ എന്ത് തന്നെ എഴുതുക? V1 തന്നെ എഴുതുക. ഓക്കെ, സബ്ജക്ട് പ്ലസ് V1 വന്നിട്ടുണ്ട്. ഇവിടെയും എന്താണ്? സബ്ജക്ട് പ്ലസ് V1 തന്നെ എഴുതുക. ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും സിമ്പിൾ പ്രസന്റ് തന്നെയാണ് എഴുതുക. ക്രൈസും ക്രൈയും ഒക്കെ ഉണ്ട്. ദേ എന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് V1 ഫോമിൽ പ്ലൂറൽ ആയിട്ടുള്ള ക്രൈ നമ്മൾ എഴുതി. നെക്സ്റ്റ്, സ്പെഷ്യൽ കേസിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഐ വിഷിന്റെ റൂളാണ്. എന്താണ്? ഐ വിഷ് ഐ ഡാഷ് ദ ഫിലിം. ഓപ്ഷൻ എ സി, ഓപ്ഷൻ ബി സോ, ഓപ്ഷൻ സി സീൻ, ഓപ്ഷൻ ഡി ഹാർഡ് സീൻ. ഇവിടെ ആൻസർ സോ ആണ്. എന്തുകൊണ്ട് നമ്മൾ സോ എന്ന ആൻസർ എഴുതി? ഇവിടെ ഐ വിഷ് വന്നു. നോക്കുക, ആ റൂൾ ഒന്ന് പഠിച്ചു വെക്കുക. ഐ വിഷ് വന്നാൽ അതിനുശേഷം എന്താ ഉപയോഗിക്കുക? V2 ഫോമാണ് ഉപയോഗിക്കുക. ഐ വിഷ് കഴിഞ്ഞാൽ ക്രിയ പാസ്റ്റ് ടെൻസിലാണ്, മീൻസ് V2 ആണ് ഉപയോഗിക്കുക. ഐ വിഷ് എന്ന് കണ്ടു, അതിനുശേഷം നമുക്ക് എന്ത് ഉപയോഗിക്കാം? V2 ഉപയോഗിക്കാം. ഇവിടെ V2 ഏതാ? സോ ആണ് കേട്ടോ. ഐ വിഷ് ഐ സോ ദ ഫിലിം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഐ വിഷ്ഡ് ഐ ഡാഷ് ദാറ്റ് പ്ലോട്ട്. ഓപ്ഷൻ എ ഹാഡ് ബൈ, ഓപ്ഷൻ ബി ബൈ, ഓപ്ഷൻ സി ഹാഡ് ബോട്ട്, ഓപ്ഷൻ ഡി ബോട്ട്. ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹാഡ് ബോട്ട് ആണ്. അപ്പൊ നേരത്തെ ക്വസ്റ്റ്യനിൽ ഐ വിഷ് വന്നു, നമ്മൾ പഠിച്ചു ഐ വിഷ് വന്നാൽ അതിനുശേഷം V2 ആണ് ഉപയോഗിക്കുക. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ഐ വിഷ്ഡ് ആണ് വന്നിരിക്കുന്നത്. ഐ വിഷ്ഡ് വന്നാൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം, മീൻസ് ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കാം. ഐ വിഷ് വന്നാൽ V2, ഐ വിഷ്ഡ് വന്നാൽ ഹാഡ് പ്ലസ് V3യുമാണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഐ വിഷ്ഡ് വന്നു, അതുകൊണ്ട് നമ്മൾ ഹാഡ് പ്ലസ് V3 ബൈ ബോട്ട്, ബോട്ട് എന്നാണ്, ഹാഡ് ബോട്ട് എന്ന് ആൻസർ എഴുതി. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഐ വിഷ്ഡ് പോലെ തന്നെ നമുക്ക് ദേ വിഷ്ഡ് എന്നും പറഞ്ഞും ഒരു തവണ PSC ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു. ദേ വിഷ്ഡ് എന്ന് വന്നാലും എന്ത് തന്നെ എഴുതുക? ഹാഡ് പ്ലസ് V3 തന്നെ എഴുതിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 23rd ക്വസ്റ്റ്യനകത്തോട്ട് പോവുകയാണ്. അൺലെസ് യു ഒബേ മൈ ഓർഡേഴ്സ് യു ഡാഷ് ബി ഡിസ്മിസ്ഡ്. ഓപ്ഷൻ എ വുഡ്, ഓപ്ഷൻ ബി വിൽ, ഓപ്ഷൻ സി വുഡ് ഹാവ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ആൻസർ എന്തായിരിക്കാം? ഇവിടുത്തെ ആൻസർ യു വിൽ ബി ഡിസ്മിസ്ഡ് എന്നുള്ള ഓപ്ഷൻ ബി ആണ്. അൺലെസ് വന്നു. ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്. അൺലെസ് എന്ന് പറയുമ്പോൾ അതെന്താ? നെഗറ്റീവ് ആണ്. ഇഫ് ക്ലോസ് എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ആണ്. അൺലെസ് എന്ന് പറയുമ്പോൾ അതെന്താണ്? നെഗറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, അൺലെസ് വന്ന ക്ലോസ് യു ഒബേ എന്നല്ലയോ കിടക്കുന്നത്? V1 അല്ലേ? അപ്പൊ ഈ അൺലെസ് വരുന്ന ക്ലോസ് V1 ആണെങ്കിൽ, പ്രസന്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസിലും നമുക്ക് പ്രസന്റ് ടെൻസ് തന്നെ ഉപയോഗിക്കാം. അൺലെസ് വരുന്ന ക്ലോസ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസിലും
പ്രസന്റ് ടെൻസ് തന്നെ ഉപയോഗിക്കാം. ഇവിടെ അൺലെസ് വന്ന ക്ലോസിൽ ഒബേ എന്ന് V1 ഫോം കൊടുത്തിട്ടുണ്ട്. മെയിൻ ക്ലോസിൽ നമുക്ക് എന്ത് തന്നെ എഴുതാം? V1 തന്നെ എഴുതാം. യു വിൽ ബി ഡിസ്മിസ്ഡ് എന്നെഴുതി. ഇഫ് ക്ലോസിലേതുപോലെ തന്നെയാണ് അൺലെസിന്റെ റൂളും. അൺലെസ് വരുന്ന ക്ലോസ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ നിങ്ങൾ എന്തെഴുതിയാലും മതി, മെയിൻ ക്ലോസിലും പ്രസന്റ് തന്നെ എഴുതിയാൽ മതി. അതുകൊണ്ടാണ് ഇവിടെ വില്ല് ആൻസർ ആയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ ഇഫ് ക്ലോസ് എന്ന വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൻ്റെ എല്ലാ റൂളുകളും നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടിലൂടെ പഠിച്ചെടുത്തിരിക്കുകയാണ്. ഒന്നാമത്തെ റൂൾ ഇതാണ്. ഇഫ് പ്ലസ് V1 വന്നാൽ മെയിൻ ക്ലോസിൽ വിൽ ഓർ ഷോൾ ഓർ ക്യാൻ ഓർ മേ പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. ഇഫ് പ്ലസ് V2 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഓർ ഷുഡ് ഓർ കുഡ് ഓർ മൈറ്റ് പ്ലസ് V1 ആണ് ഉപയോഗിക്കുക. തേർഡ് റൂള്, ഇഫ് പ്ലസ് ഹാർഡ് പ്ലസ് V3 വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് ഹാവ് ഓർ ഷുഡ് ഹാവ് ഓർ കുഡ് ഹാവ് ഓർ മൈറ്റ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. മെയിൻ ആയിട്ടുള്ള 3 റൂളുകൾ പഠിച്ചു. അതിനകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹാർഡ് പ്ലസ് V3യുടെ റൂളാണ് ചോദിച്ച് കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അടുത്തത് എക്സെപ്ഷണൽ കേസുകളിലോട്ടാണ് പോയത്. ഹാസും ഹാവും ഹാഡും ഒക്കെ നമുക്ക് തരാറുണ്ട്. ഈ ഹാസും ഹാവും ഹാഡും ഒക്കെ നമ്മുടെ സെന്റൻസുകളിൽ വന്നിട്ട് അതിനുശേഷം മറ്റ് വെർബുകൾ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഈറ്റ്, ഡ്രിങ്ക്, വോക്ക്, പ്ലേ, റൈറ്റ്, റീഡ് അങ്ങനെ ഒരു വെർബ് ഉണ്ടെങ്കിൽ ഈ ഹാസും ഹാവും ഹാഡും ഒക്കെ ഓക്സിലറി വെർബായിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഹാസും ഹാവും ഹാഡും ഒക്കെ വന്നിട്ട് അതിനുശേഷം ഇത്തരത്തിലുള്ള ഒരു വെർബ് ഇല്ലെങ്കിൽ, അതായത് ഒരു നൗണൊക്കെയാണ് കിടക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഹാസ് ആയാലും ഹാവ് ആയാലും ഹാഡ് ആയാലും ആ സെൻറ്റൻസിൽ മെയിൻ വെർബായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ സെൻറ്റൻസിൽ ഓക്സിലറി വെർബിന് പുറമെ ഹാസും ഹാവും ഒക്കെ മെയിൻ വെർബായിട്ട് ഉപയോഗിച്ചാൽ, ഹാസ് അഥവാ ഹാവ് മെയിൻ വെർബായിട്ട് വന്നാൽ നിങ്ങൾ പ്രസന്റ് ടെൻസ് എഴുതുക. ഹാർഡാണ് മെയിൻ വെർബായിട്ട് വരുന്നതെങ്കിൽ മീൻസ് ഹാർഡ് പ്ലസ് V3 ഇല്ലെങ്കിൽ നിങ്ങൾ എന്തെഴുതുക? പാസ്റ്റ് ടെൻസ് എഴുതുക. ഓക്കെ ആണ്. അടുത്ത എക്സെപ്ഷൻ 3 നമ്മൾ പഠിച്ചു. ഇമാജിനറി കണ്ടീഷൻ വന്നാൽ ഇഫ് ക്ലോസിൽ എന്താ ഉപയോഗിക്കുക? പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുക. ഇഫ് ഐ വേർ എ ബേർഡ് ഐ വുഡ് ഫ്ലൈ അവേ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അടുത്തത് സ്പെഷ്യൽ കേസുകളാണ്. സീറോ കണ്ടീഷണൽ ക്ലോസ് ആണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പൊതു കാര്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങൾ, യാഥാർത്ഥ്യങ്ങൾ, പതിവുകൾ തുടങ്ങിയവയെ സൂചിപ്പിക്കുവാനാണ് സീറോ കണ്ടീഷണൽ ക്ലോസ് ഉപയോഗിക്കുക. ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും നിങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് അങ്ങ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അടുത്ത ഐ വിഷ് ഞാൻ ആഗ്രഹിക്കുന്നു. ഐ വിഷ് കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം, മീൻസ് V2 ഉപയോഗിക്കാം. ഐ വിഷ്ഡ് കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം, മീൻസ് ഹാർഡ് പ്ലസ് V3 ഉപയോഗിക്കാം. അപ്പോൾ ഐ വിഷ് വന്നാൽ V2 എഴുതുക, ഐ വിഷ്ഡ് വന്നാൽ ഹാർഡ് പ്ലസ് V3 എഴുതുക. പിന്നെ അൺലെസിൻ്റെ റൂളാണ് പറഞ്ഞത്. അൺലെസ് നെഗറ്റീവാണ്, ഇഫ് പോസിറ്റീവ്, അൺലെസ് നെഗറ്റീവ്. അൺലെസിൻ്റെ പ്രയോഗവും ഇഫ് ക്ലോസിലേതുപോലെ തന്നെയാണ്, അതേപോലെ ഇങ്ങ് എടുത്താൽ മതി. നെഗറ്റീവ് ആണെന്നേ ഉള്ളൂ. അൺലെസ് വരുന്ന ക്ലോസ് പ്രസന്റ് ടെൻസിലാണെങ്കിൽ മെയിൻ ക്ലോസിൽ എന്ത് തന്നെ എഴുതുക? പ്രസന്റ് തന്നെ എഴുതുക. അപ്പം അത്രയേ ഉള്ളൂ. ഇഫ് ക്ലോസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ടെൻസ് ക്വസ്റ്റ്യൻ വർക്കൗട്ടിൽ ഫസ്റ്റ് പാർട്ട് ടെൻസ് ക്ലാസ് നമ്മൾ തന്നു കഴിഞ്ഞു. 2 പാർട്ടായിട്ടാണ് ടെൻസ് അപ്ലോഡ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് പാർട്ട് ഇഫ് ക്ലോസ് തന്നു. നെക്സ്റ്റ് പാർട്ട് എന്തായിരിക്കാം? ക്വസ്റ്റ്യൻ ടാഗ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു.